ബാലൻ സ്കൂളിൽ നിന്ന് പഠിച്ച ഒരു പാട്ട് നമ്മുടെ തലയിൽ അങ്ങനെ ഓടിയിട്ടേ ഇരിക്കുന്നില്ലേ? കണ്ടോ വെള്ളി താക്കോൽ എന്നുള്ള കുഞ്ഞിപ്പാട്ട്. ഈ താക്കോലിന് എന്ത് പ്രാധാന്യമുണ്ടെന്ന് നമുക്ക് മനസ്സിലാവുന്നത് സിനിമയുടെ അവസാനമാണ്. സ്വന്തം അമ്മയെ കിട്ടാൻ വളർത്തച്ഛനെ ഒറ്റുകൊടുത്ത് ബാലൻ പവിത്രനെയും സംഘത്തെയും അബ്ബാസിനടുത്തേക്ക് കൊണ്ടെത്തിക്കുമ്പോഴാണ് ഈ വളർത്തച്ഛൻ അമ്മയെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ കണ്ടുപിടിച്ചിരുന്നു എന്ന് തിരിച്ചറിയുന്നത്. പക്ഷെ എന്തു ചെയ്യാം, അത് വളരെ വൈകിപ്പോയി. പിടിയിട്ട പുള്ളിയെ അബ്ബാസിനെ പോലീസ് പിടിക്കുകയും ചെയ്തു. ബാലൻ അവൻ്റെ വലിയൊരു തെറ്റ് മനസ്സിലാവുകയും ചെയ്തു. ആ തെറ്റ് മനസ്സിലാക്കി ബാലൻ ഓടിപ്പോയി അബ്ബാസിനോട് മാപ്പ് ചോദിക്കുന്നുണ്ട്, പറ്റിപ്പോയെന്നൊക്കെ പറഞ്ഞിട്ട്. അതുവരെ ദേഷ്യം സംസാരിച്ച അബ്ബാസ് എന്നാൽ ഇത് കേട്ട് കൂളായി പറയുന്നത് കേൾക്കാം. സ്വന്തം അമ്മയ്ക്ക് വേണ്ടിയല്ലേ വളർത്തച്ഛനെ ഒറ്റുകൊടുക്കുന്നതിലും കുഴപ്പമില്ലാന്ന്. ശരി, ഇവിടെ താക്കോലിന് എന്താ പ്രസക്തി എന്നല്ലേ? പവിത്രൻ വിലങ്ങണിയിച്ചിട്ട് അവൻ്റെ താക്കോലെടുത്ത് പാൻറ്റിൻ്റെ വലത്തേ പോക്കറ്റിൽ ഇടുമ്പോഴാണ് ബാലന് അവൻ ചെയ്ത അപരാധം മനസ്സിലാവുന്നത്. ആ ഒരു നിമിഷം തന്നെ അവൻ്റെ മുന്നിലുള്ള വഴി ഇതേ ഉള്ളൂ. ഏത്? ഓടിപ്പോയി പവിത്രനെ അബദ്ധത്തിൽ തട്ടിയതുപോലെ പോക്കറ്റിൽ നിന്ന് ആ താക്കോലങ്ങ് ചൂടുന്നു. എന്നിട്ട് അത് നേരെ ആരും കാണാതെ അബ്ബാസിൻ്റെ ഉള്ളം കയ്യിലേക്കും കൊടുത്തു, പോണ വഴിക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. പുറമെ നോക്കുമ്പോൾ ആ ഒരു കുറ്റബോധ സംസാരമായിരുന്നെങ്കിലും ഇതിനിടയ്ക്ക് ഇങ്ങനൊരു മൈൻഡ് പ്ലേ നടന്നിരുന്നു എന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ട് അബ്ബാസിന് ഒരു സമാധാനം ഉണ്ടാവുകയും ചെയ്തു. ഒന്നുമില്ലെങ്കിലും അന്ന് കൂടെ നിർത്തി അല്ലറ ചില്ലറ മോഷണ പരിപാടികളൊക്കെ ചെയ്യിച്ചതുകൊണ്ട് ഇങ്ങനൊരു ഘട്ടത്തിൽ അബ്ബാസിന് അത് ഗുണമായി വരികയും ചെയ്തു.